കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയും NGO അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റുമായിരുന്ന NB രാജഗോപാലൻ BJPയിൽ ചേർന്നു എന്ന വാർത്ത ഇപ്പോൾ പരക്കുകയാണ്. എന്നാൽ ഇതിൽ യഥാർത്ഥത്തിൽ സത്യങ്ങളുണ്ടോ? കഴിഞ്ഞ ദിവസം കൊട്ടാരക്കരയിൽ നടന്ന വികസിത കേരളം കൺവെൻഷനിൽ പാർട്ടി സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ രാജഗോപാലിനെ BJPയിലേക്ക് സ്വീകരിക്കുകയും ചെയ്തു. കുറച്ചു കാലമായി കോൺഗ്രസ് തുടർന്നു വരുന്ന രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളും ദേശീയ നേതൃത്വത്തിലെ വൈദേശികപത്യവും അതൃപ്തിയും കാരണമായാണ് ഇനി മുതൽ ദേശീയ തലത്തിൽ പ്രവർത്തനം നടത്തുന്ന BJPയിൽ പ്രവർത്തിക്കാൻ തീരുമാനിച്ചതായും രാജഗോപാൽ വ്യക്തമാക്കിയിരുന്നു. ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തനായിരുന്നു NB രാജഗോപാൽ. തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം R സുധാകരൻ നായർ, CPM മുൻ ബ്രാഞ്ച് സെക്രട്ടറി സുകുമാരൻ K എന്നിവരെയും രാജീവ് ചന്ദ്രശേഖർ, BJP കൊല്ലം ജില്ലാ പ്രസിഡന്റ് രാജീവ് പ്രസാദ് എന്നിവർ ചേർന്ന് പാർട്ടിയിലേക്ക് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കോൺഗ്രസിൽ വളരെ വലിയ വിള്ളലുകൾക്ക് കാരണമായി മാറിയിരിക്കുകയാണ് ഈ ഒരു മാറ്റം. കാരണം ഉമ്മൻചാണ്ടിയെ പോലുള്ള വിശ്വസ്തനായ ഒരു കോൺഗ്രസ് പ്രവർത്തകന്റെ അനുയായി തന്നെ ഇപ്പോൾ BJPയിലേക്ക് മാറിയത് എന്തുകൊണ്ടാണെന്നുള്ളത് വ്യക്തമാകേണ്ടിയിരിക്കുന്നു. കോൺഗ്രസ് ഇപ്പോൾ രാജ്യവ്യാപകമായി നടത്തുന്ന തീവ്രവാദങ്ങളോ അല്ലെങ്കിൽ രാജ്യവിരുദ്ധ സന്ദേശങ്ങളോ കാരണമായിരിക്കാം ഇപ്പോൾ കോൺഗ്രസിൽ നിന്നും നിരവധി ആളുകൾ മറ്റു പാർട്ടികളിലേക്ക് ചേക്കേറുന്നത് എന്നുള്ളതും വ്യക്തമായ ഒരു സത്യമാണ്. എന്നാൽ യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി നേതൃത്വ സ്ഥാനം വഹിക്കുന്ന കോൺഗ്രസ് എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഇപ്പോഴും നിലനിൽക്കാത്തത്? പണ്ട് കോൺഗ്രസിന്റെ തീരുമാനങ്ങളും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ പ്രവർത്തികളും ഇന്ത്യയുടെ നല്ല വികസനത്തിന് കാരണമായി മാറിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ കോൺഗ്രസിലുള്ള പല നേതാക്കളും BJPയിലേക്ക് ചേക്കേറുന്നത് എന്തുകൊണ്ടായിരിക്കാം? അതുപോലെ തന്നെ BJPയിൽ നിന്നും കോൺഗ്രസിലേക്ക് ചേക്കേറിയ പാർട്ടി നേതാക്കളും നമ്മുടെ ചുറ്റിലുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇരു പാർട്ടികളിലും ഇരുപക്ഷങ്ങളുണ്ട് എന്നുള്ളത് വ്യക്തമാവുകയാണ്. എന്നിരുന്നാലും BJPയിലേക്ക് കൂടുമാറിയ കോൺഗ്രസ് പ്രവർത്തകൻ എന്തുദ്ദേശത്തോടെയാണ് ഇപ്പോൾ പാർട്ടിയിലേക്ക് കയറിയത് എന്നുള്ളത് വ്യക്തമാവുന്നില്ല. കാരണം രാജ്യവ്യാപകമായി പല രീതിയിലുള്ള വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തുന്ന BJP സർക്കാരിൽ എന്ത് നന്മയാണ് ഉള്ളതെന്നുള്ളതും കോൺഗ്രസ് നേതാവ് വ്യക്തമാക്കിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അതായത് കോൺഗ്രസിൽ നിന്നും വിട്ടുപോയ BJP നേതാവ് വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു.